എന്നുണ്ടല്ല ഞാനേ എൻ്റെ ചെറിയൊരു സംശയം തീർക്കാനും പിന്നെ നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണോ എന്നുള്ളൊരു ധാരണയില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് വിലയിരുത്താനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. വിഷയമൊന്നുമല്ല, കാതുകുത്ത്. ഇതാണ് കാതുകുത്തുന്ന മെഷീൻ കേട്ടോ. ഈ ഗണ്ണിങ്ങനെ വലിച്ചിട്ടാണ് അടിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, സ്പ്രിങ് ആണ്, ടൈറ്റിൽ സ്പീഡിൽ അടിക്കുന്ന സംഭവമാണ്. പിന്നെ ഈ കാതുകുത്തിന് ഒരുപാട് ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ വേദനയില്ലാതെ കാതുകുത്തുന്നത് നിങ്ങൾ പല ഷോപ്പിൻ്റെ മുമ്പിലും എഴുതി വെച്ചിട്ട് കാണാം. ഇതാണ് സംഗതി. വേദന ഉണ്ടാവും എന്നുള്ളത് വാസ്തവമാണ്. വേദനയില്ലാണ്ട് കുത്തുക എന്നുള്ളതുണ്ടല്ല, പച്ചക്കള്ളാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് കേട്ട് ജനങ്ങൾ വിശ്വസിച്ചിട്ട് കാതുകുത്താൻ പോകുന്നത് എന്താണെന്നും എനിക്കറിയില്ല. കാരണം നമ്മളെ ശരീരത്തിൽ, കുട്ടികളുടെ ശരീരത്തിലായാലും വലിയ ആളെ തുരന്ന് കയറുമ്പോൾ വേദന എന്തായാലും ഉണ്ടാവുന്നതാണ്. പക്ഷേ എന്നിട്ടും ഈ പച്ചക്കള്ളം എല്ലാവരും ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇപ്പോൾ എനിക്ക് പിടുത്തം കിട്ടിയില്ല. നമ്മളെ ജനങ്ങൾ ചിന്തിക്കായിട്ടാണെന്നോ അല്ലെങ്കിൽ ഈ ജ്വല്ലറിക്കാർ ചിന്തിക്കായിട്ടാണെന്നോ അറിയില്ല. അതൊരു വാസ്തവമല്ലാത്ത കാര്യമാണ്. എന്നെ വിളിച്ച് ഇന്നാൾ ഒരാൾ ചോദിച്ചപ്പോൾ നനക്കും തോന്നിയേ. ഞാൻ ചോദിക്കുന്നതോടൊപ്പം പറയലെന്ന് വെച്ചാൽ കാതുകുത്തിയ വേദന എന്തായാലും ഉണ്ടാവും. ശരീരം തുറന്നു വരുമ്പോൾ വേദനയുണ്ടാവും. വേദനയില്ലാണ്ട് ഒരിക്കലും കാതുകുത്താൻ കഴിയില്ല. കുത്തണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടർക്ക് പോയിട്ട് തരിപ്പിച്ചിട്ട് കുത്തിയ വേദനയില്ലാണ്ടാവുമെന്ന് അന്ന് ഞാൻ പറഞ്ഞേ. അപ്പോൾ അന്നേരം ഞാനും ചിന്തിക്കുന്നു, ഇങ്ങനെ ഒരു പരസ്യം, ഇങ്ങനെ ഒരു പബ്ലിസിറ്റി ഉണ്ടായിട്ടും സത്യം പറഞ്ഞാൽ ആരും അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. അപ്പം ഞാനേതായാലും സത്യം നിങ്ങളോട് തുറന്നു പറയാം, വേദന ഉണ്ടാവും. എനിക്ക് കാതുകുത്തുന്നവർ ഇതുപോലെ ഗണ്ണിനെ കൊണ്ടടിക്കുമ്പോൾ വേദന തീർച്ചയായും ഉണ്ടാകുന്നതാണ് എനിക്ക് പറയാനുള്ള. പിന്നെ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നതിൻ്റെ വിഷയം അതല്ല. നമ്മൾ ഈ കാതുകുത്തുന്ന സാധാരണ പണ്ടൊക്കെ കൈനെ കൊണ്ടാണ് കുത്തുക. അപ്പോൾ ഇപ്പോൾ ഈ ഗണ്ണിനെ കൊണ്ട് കുത്തുന്നത്. അപ്പോൾ എനിക്ക് ഇന്നാളോടെ ഒരു ചിന്തയാണ്. അതായത് ചില ആളെങ്കിലും നമ്മളെടുക്കുന്ന ഈ ഗണ്ണിലടിച്ചിട്ട് പഴുത്തിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കൈകൊണ്ട് കുത്തിയാലും പഴുക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ വിചാരിക്കും ഈ ഗണ്ണിനെ കൊണ്ടടിക്കുമ്പോൾ പഴുക്കാനുള്ള എൻ്റെ കാരണം, എൻ്റെ ഒരു നിഗമനമാണ്. ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം ചിന്തിക്കുന്ന കൂട്ടത്തിലായിട്ടുള്ള എൻ്റെ ഒരു നിഗമനം. അതായത് നമ്മളിപ്പോൾ ഈ എന്താ പറയണ്ട, ഈ ഗണ്ണ്, അതായത് ഒരു സൂചി ഒരു മുനയുള്ള സാധനം, ഈ സ്റ്റഡ് തന്നെ നമ്മളിപ്പോൾ സാധാരണ നമ്മളെ ശരീരത്തിൽ കുത്തിക്കഴിഞ്ഞാൽ മെല്ലെ കുത്തുമ്പോൾ അവിടുത്തെ ഞരവുകൾ നീങ്ങിയിട്ട് നേരെ ആ ഇറച്ചിയിലേക്ക്, സ്കിന്നിലേക്ക് കയറുകയോ ചെയ്യുക. പക്ഷേ സ്പീഡ് പോകുമ്പം അവിടുത്തെ ഞരവ് ഡാമേജ് ആവില്ലേ എന്നൊരു സംശയം എനിക്ക്. അതായത് നിങ്ങൾ നോക്കിയാട്ടെ, ഇതിപ്പോൾ കണ്ട ലോഡ് ചെയ്യുന്ന നല്ല ടൈറ്റ് സ്പ്രിങ് ആണ്. ഒരു സെക്കൻഡിലാണ് ഇതിൻ്റെ സ്പീഡിലൊന്ന് അടിക്കുന്ന സമയത്ത് ആ ഞരവ് തുളഞ്ഞ് കയറുമോ എന്നൊരു സംശയം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു വെടിയുണ്ടാകും, നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പറ്റി കുത്തിക്കഴിഞ്ഞാൽ ശരീരത്തിൽ ഓട്ടയാവില്ല. അത് അത്രയും സ്പീഡിൽ വരുമ്പോൾ എന്താണ്, ചെറിയ നൂലുണ്ടെങ്കിൽ നൂല് വരെ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോകുമല്ലോ. അപ്പോൾ ആ ഫോഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ വേറൊരു ഉദാഹരണം കൂടി കാണിച്ചു. ഇപ്പോൾ എൻ്റെ കൈക്ക് ഞരമ്പ് വേണ്ട, ഈ ഞരമ്പ് എനിക്ക് ഈ പെന്നിനെ കൊണ്ട് ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ ആ ഞരവിൽ ഒരിക്കലും കുത്തു വരില്ല. കാരണം ആ ഞരവ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കാത് കുത്തുന്ന സമയത്ത് നോക്കിയിട്ട് മെല്ലെ കൈ കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ആ ഞരവ് നീങ്ങിയിട്ട് നേരെ സ്കിന്നിലേക്ക് അങ്ങ് കയറുക ചെയ്യുക. നേരെ വെച്ച് ഞാൻ ഈ പെന്ന് വളരെ സ്പീഡ് വരുത്താമെങ്കിൽ ഈ ഞരവ് ഓട്ടയാകാനും അതിൻ്റെ ഉള്ളിലേക്കിടെ ഈ സാധനം തുളഞ്ഞു കയറാനും അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനും ഒരു സാധ്യതയില്ലേ എന്നൊരു ഡൗട്ടേ. ഞാൻ ഡോക്ടറൊന്നുമല്ല, എന്നാലും എൻ്റെ ചെറിയൊരു നിരീക്ഷണമാണ്. നമ്മൾ കാതിലിന് അങ്ങനെ സംഭവിക്കലാണെങ്കിൽ ഭാവിയിൽ കാത് വേദന, തലവേദന പോലെ അങ്ങനെ എന്തെങ്കിലും സംഗതി വരാനുള്ള സാധ്യതയുണ്ടോ എന്നൊരു ഡൗട്ട്. അപ്പോൾ ഞാൻ ഈ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെയൊക്കെ സഹായമെന്ന് ചോദിക്കാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല. ഇതിൽ ഞാൻ പറഞ്ഞില്ല, മുന്നേ ഉള്ള ഒരു കൈകൊണ്ട് കാത് കുത്തിയവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. അതായത് കൈകൊണ്ട് കാത് കുത്തിയിട്ട് പഴുത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, പഴുക്കാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഗണ്ണിനെ കൊണ്ട് കാത് കുത്തിയിട്ട് പഴുത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, പഴുക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്നിട്ടോ ഈ കമൻസുകളൊക്കെ കമ്പയർ ചെയ്തിട്ട് ഏതിലാണ് പഴുക്കൽ കൂടുതൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്താൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് നമ്മുടെ ഫീൽഡാണ്, നമ്മളാണ് ഇത് ചെയ്യുന്നത്. ഞാനിത് ഫ്രീ ആയിട്ടാണ് കുട്ടികൾക്കെല്ലാം കാത് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വലിയ തെറ്റാവോ എന്നൊരു എനിക്ക് ഒരു സംശയം. കാരണം അങ്ങനെ ഡാമേജ് ആവലാണെങ്കിൽ ഞാൻ ഇതിനെ കൊണ്ട് ഫ്രീ ആയിട്ട് കാത് കുത്താൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കാര്യത്തിനെ പറ്റി റിസർച്ച് ചെയ്യാൻ വേണ്ടി അമേരിക്കക്കാരും വരില്ല, ഇന്ത്യൻ ഗവൺമെൻറ്റും വരില്ല, കേരള ഗവൺമെൻറ്റൊന്നും വരില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അവർക്ക് വേറെ ഒരുപാട് പണിയുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ ഈ ജ്വല്ലറി ഫീൽഡിലായത് കൊണ്ടും ഞാൻ ഈ പണി ചെയ്തതുകൊണ്ടും എനിക്കിതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്തണമെന്ന് ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെല്ലാവരും സഹായം ചെയ്യുന്നത്. അപ്പോൾ മുന്നേ കാതുകുത്തിയ എല്ലാവരും ഉണ്ടല്ലോ, നിങ്ങളെ അനുഭവം എന്തായാലും ഒന്ന് പറയാം. ഞാൻ ചോദിക്കത്തുള്ളൂ, കൈകൊണ്ട് കാത് കുത്തിയിട്ട് പഴുത്തവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പഴുക്കാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഗണ്ണടിച്ചിട്ട് കാത് കുത്തിയിട്ട് പഴുക്കാനുണ്ടെങ്കിൽ, പഴുക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 കമൻറ്റും നമ്മൾ എഴുതി വെച്ചിട്ട് ഏത് നമ്പറാണ് ഏറ്റവും കൂടുതലെന്ന് വെച്ചാൽ അതായിരിക്കും മോശം കാര്യം. ഇതിനെ കൊണ്ടടിച്ചിട്ടാണ് പഴുപ്പ് കൂടുതലുണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് അടിക്കുന്നത് ദോഷം എന്നുള്ളതാണ് നമുക്ക് ഈ റിസർച്ചിൽ മനസ്സിലാവുക. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് വേറെ ആരും അന്വേഷിക്കൊന്നുമില്ല. അപ്പോൾ ഇത് അന്വേഷിക്കേണ്ട കടമ
നമ്മളതാണ്. അപ്പോൾ നമ്മളാണ് ഈ പണി ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുന്നു വിചാരിക്കുന്നു. കാത് കുത്തിയവരുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ഈ ചോദ്യത്തോട് സഹകരിക്കുക. നിങ്ങൾ കൃത്യമായി ഒന്ന് ഉത്തരം പറയാം. പിന്നെ ഈ വീഡിയോ ഗുണപ്രദമാവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരിലും എത്തട്ടെ. ഞാൻ പറഞ്ഞില്ല, മുന്നേ കാത് കുത്തിയവർ ഒരുപാട് ആൾക്കാരുണ്ട്, പ്രായമുള്ളവർ ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പ്രായം കുറച്ചായിട്ടുണ്ടെങ്കിൽ അവർ ഓർമ്മയിൽ പഴുത്തുപോയോ അല്ലെങ്കിൽ വേദന പോലെ അങ്ങനെ എന്തെങ്കിലും സംഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഉദ്ദേശം ഇതാണ്, ഒരു സദുദ്ദേശമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത്. ശരി, എന്നാൽ എല്ലാവർക്കും ഓക്കെ, ബൈ.